നമ്മുടെ ആദ്യ സെഷൻ സുസ്ഥിര ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ്. മൂന്നാം ലോക യുദ്ധം ജലത്തിന് വേണ്ടിയിട്ടായിരിക്കുമെന്നൊക്കെ പല രൂപത്തിൽ നമ്മൾ കേട്ടതാണ്. ലോകത്തൊരിടത്തും ശുദ്ധജലമില്ലെങ്കിൽ നമ്മൾ ആരോടാണ് യുദ്ധം ചെയ്യുക എന്നൊരു ചോദ്യം കൂടെ അതിനോടൊപ്പം പ്രസക്തമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള രൂപത്തിൽ പരിസ്ഥിതി വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ശാസ്ത്രീയമായും നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രൂപത്തിലും ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ള ദീർഘമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വിവിധ സെഷനുകളിലായിട്ട് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ സെഷൻ സുസ്ഥിര ജലവിനിയോഗം പുനരാലോചനകൾ എന്ന വിഷയത്തിൽ നമ്മളുമായി സംസാരിക്കുന്നത് ഡോക്ടർ മനോജ് പി സാമുവൽ, അതുപോലെ തന്നെ സഞ്ജു സോമൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട അതിഥികളാണ്. രണ്ടുപേരും നമ്മുടെ വേദിയിൽ എത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ ആദ്യമായിട്ട് നമ്മളോട് CWRDMലെ ഡോക്ടർ മനോജ് പി സാമുവൽ സാറ് ഈ വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിച്ച് തുടങ്ങും. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെയൊരു വളരെ കാലിക പ്രാധാന്യമുള്ളൊരു വിഷയത്തിൽ ഇതേപോലെ ഒരു ചർച്ചാ വേദി സംഘടിപ്പിച്ച SSFനോടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളല്ല, കഴിഞ്ഞ പ്രത്യേകിച്ചും 2018 പ്രളയത്തിന് ശേഷം നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിലെ ജലവിഭവങ്ങളുടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള പരിപാലനവും മാനേജ്മെൻറ്റും, പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യമാണ്. പ്രസിഡന്റ് ട്രംപ് അതൊരു മിത്താണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം അദ്ദേഹവും അംഗീകരിച്ച മട്ടാണ്. കാലാവസ്ഥാ മാറ്റം ലോകത്തെമ്പാടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ 1880കളിൽ നമ്മുടെ വ്യവസായവൽക്കരണം തുടങ്ങിയ സമയത്ത് നമ്മൾ കണക്കുകൂട്ടി നോക്കിയാൽ നമ്മളുടെ അന്തരീക്ഷ താപനില ഏകദേശം 1.2 ഡിഗ്രി ഇപ്പോൾ കൂടിക്കഴിഞ്ഞു. അത് 1.5 ഡിഗ്രി കൂടുന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ 7 ഇരട്ടി വരെ കൂടും എന്നാണ് പറയുന്നത്. അതായത് പ്രളയം ഇപ്പോൾ 2 എണ്ണം ഉള്ളത് 14 എണ്ണമാവും, അല്ലെ 2 പ്രാവശ്യം നമുക്ക് വരൾച്ച വർഷത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് 14. അതേപോലെ 7 ഇരട്ടി വരെ നമ്മളുടെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 1.5 ഡിഗ്രിയാണ് ത്രഷോൾഡായി, വാതിൽപ്പടിയായി ആഗോള രാജ്യങ്ങൾ വെച്ചിരിക്കുന്ന ഒരു നിരപ്പ്. അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു ആലോചന. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ദശകത്തിൽ 0.18 ഡിഗ്രി താപനിലയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് ആസ് യൂഷ്വൽ. ഇതേപോലെയൊക്കെ പോയാൽ ഒരു 10 വർഷം കൂടുമ്പോഴും ഓരോ 10 വർഷത്തിലും 0.18 കൂടുന്നു. അങ്ങനെ നോക്കിയാൽ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഏകദേശം 2 ഡിഗ്രി താപനില കൂടും. അതായത് അടുത്ത നൂറ്റാണ്ട് ഇതേ സമയത്ത് നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള താപനിലയുടെ 2 ഡിഗ്രി ആയിരിക്കും ആവറേജ് കൂടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആകെ താപനില ഈ 1.2 എന്നുള്ളത് 3.2 കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. മഴയിൽ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും, താപനിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നമ്മുടെ കാലാവസ്ഥയുടെ എല്ലാ ഘടകങ്ങളെയും ബാധിക്കുന്നു. മഴയെ ബാധിക്കുന്നു, നമ്മളുടെ കാറ്റിനെ ബാധിക്കുന്നു, മഴയുടെ വിതരണക്രമത്തെ ബാധിക്കുന്നു. മഴയുടെ വിതരണക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. നമ്മുടെ ആകെ മഴയുടെ അളവിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല. കേരളത്തിൽ ശരാശരി നമുക്ക് 3000 മില്ലിമീറ്റർ മഴയാണ് കിട്ടുന്നത്. അതായത് ഒരു ഹെക്ടർ സ്ഥലത്ത് 3 കോടി ലിറ്റർ മഴവെള്ളം, അത്രയും വലിയ അളവിലുള്ള മഴ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മഴയുടെ വിതരണക്രമം കഴിഞ്ഞ നാളുകളിൽ മാറുന്നതായിട്ടാണ് കാണുന്നത്. ശരാശരി 365 ദിവസത്തിൽ 120 ദിവസത്തോളം നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു 90-95 ദിവസമായി ചുരുങ്ങി. അതിൻ്റെ അർത്ഥം ഒരേ അളവിലുള്ള മഴ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴകളാണ് ഇപ്പോൾ വരുന്നത്. എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ്, വളരെ തീവ്രമായിട്ടുള്ള മഴകളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതും ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ പെയ്യുന്ന മഴയായിരിക്കില്ല, കുറച്ചപ്പുറം മാറുമ്പോൾ 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തുണ്ടാകുന്ന മഴ. അപ്പോൾ വലിയ രീതിയിലുള്ള വിതരണക്രമത്തിലുണ്ടാകുന്ന മാറ്റം വരുന്നു. തീവ്ര മഴ വരുന്നു. ശക്തമായ മഴ പെയ്യുമ്പോൾ ഭൂമിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നു. പെട്ടെന്ന് ഒഴുകുമ്പോൾ വെള്ളമൊഴുകുന്ന സാധ്യതകളിലെല്ലാം
പുഴയായാലും തോടായാലും കുളങ്ങളായാലും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ കാലാവസ്ഥാ മാറ്റമായിട്ട് ചേർന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി കാലങ്ങളിൽ അതിനുള്ള സാധ്യതയും അതിനുള്ള പ്രശ്നങ്ങളുടെ രൂക്ഷതയും കൂടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ചാണല്ലോ ആദ്യം ചിന്തിക്കേണ്ടത്. അതാണല്ലോ ഇതിൻ്റെ നിദാനം. അപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഗോളതാപനത്തെക്കുറിച്ച് നമ്മളിപ്പം പറഞ്ഞു. 1.2 ഡിഗ്രി ഇപ്പം തന്നെ താപനില കൂടി. അത് 1.5 ഡിഗ്രി കൂടാൻ നമ്മൾ ഒരു കാരണവശാലും സമ്മതിച്ചുകൂടാ. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പോയാൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് 2 ഡിഗ്രി ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ എങ്ങനെയാണ് ആഗോളതാപനം ഉണ്ടാവുന്നതെന്നും കൂടെയുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, കുറേ പേർക്കൊക്കെ. അത് നമ്മൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ്, സാന്ദ്രത കൂടുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് സൂര്യനിൽ നിന്ന് മറ്റും പ്രതിഫലിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഭൂമിയിൽ തട്ടി പ്രതിഫലിച്ച് പോകുന്ന ഈ വികിരണങ്ങളെ ഈ വാതകങ്ങളുടെ പാളി വലിച്ചെടുത്ത് പിടിച്ചു വെക്കുന്നു. തൽഫലമായിട്ട് ഭൂമിയുടെ അന്തരീക്ഷ ചൂടാവുന്നു. ഭൂമിയുടെ അന്തരീക്ഷമാണ് ചൂടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന 2 രീതിയാണ്. കാലാവസ്ഥ മാറ്റത്തെ 2 രീതിയിലാണല്ലോ നമ്മൾ നേരിടുന്നത്. ഒന്ന് ലഘൂകരണം, മിറ്റിഗേഷൻ എന്ന് പറയും. രണ്ടാമത്തെ പാർട്ട് റെസിലിയൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, നമ്മുടെ പൊരുത്തപ്പെടൽ. അപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാവിയിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത ഭാവി തലമുറയെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, കാർബൺ ന്യൂട്രൽ ആവുക. അപ്പോൾ ആ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ വേണം. നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരുന്നതിന് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ 3-4 പേര് ഒരുമിച്ച് വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിക്കുക. അങ്ങനെ 3 ഓട്ടോറിക്ഷയിലെ പുക വരുന്നതിന് പകരം ഒരു ഓട്ടോറിക്ഷ. അങ്ങനെയുള്ള പുതിയ സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം. നമ്മളുടെ വീട്, നമ്മളുടെ പരിസരം, നമ്മുടെ മദ്രസ, നമ്മളുടെ സ്കൂള്, ഇതൊക്കെ എങ്ങനെ കാർബൺ ന്യൂട്രൽ ആവാൻ പറ്റുമെന്ന് നോക്കണം. അപ്പം നമ്മളുടെ 2 ലൈറ്റ് ഇടുന്നതിന് പകരം 1 ലൈറ്റ് ഇടുക. അങ്ങനെ നമ്മൾ നോമ്പ് സമയത്തൊക്കെ ഭക്ഷണം വർജിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതേപോലുള്ള ട്രാൻസ്പോർട്ടേഷൻ, പുക പുറത്തുവിടുന്ന സാധ്യതകൾ, അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഓൺ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിലേക്ക് മാറുക. മോളുടെ കല്യാണം ഉണ്ടെങ്കിൽ കാർഡ് അടിച്ച് കൊടുക്കുന്നതിന് പകരം ഡിജിറ്റൽ കാർഡ് ഉണ്ടാക്കി ആൾക്കാർക്ക് എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും കാർബൺ എമിഷൻ കുറയാണ്. അപ്പം ഈ കാർബൺ നോമ്പ് എന്നുള്ള രീതിയിലും കൂടെ ആലോചനകൾ വേണം. SSFിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ആലോചന വേണം. ഭക്ഷണം വർജിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് അന്തരീക്ഷത്തെയും പരിസ്ഥിതിയും കൂടെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചിന്തയും കൂടെ ഇതിൻ്റെ കൂടെ മുന്നോട്ട് വരണം. അപ്പോൾ അതിന് പല സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, സാമൂഹികപരമായിട്ട് ചെയ്യാൻ പറ്റും, വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റും, കൂട്ടായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള സാധ്യതകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതൊരു സൈഡ്. അവിടെയാണ് മിറ്റിഗേഷൻ വരുന്നത്. നമ്മൾ ലഘൂകരണം, ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല, നമ്മൾ രാസവളം ഇടുന്നത് കുറച്ച് കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് കുറയും. നമ്മൾ മീഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിമൽ ഹസ്ബൻഡറിയിൽ കൂടെ വരുന്നൊരു വാതകമാണ്. ഒരു AC യിൽ കൂടെ വരുന്ന ചെറിയ ഹൈഡ്രോഫ്ലോറോ ക്ലോറോ കാർബൺസ് ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഒരു AC വർക്ക് ചെയ്യാതിരുന്നാൽ എത്രത്തോളം അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഹരിതഗ്രഹവാതകങ്ങളാണ് കുറയുന്നതെന്ന് അറിയുമോ? അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ഹരിതഗ്രഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതലെത്തുന്നത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ മിറ്റിഗേഷൻ അല്ലെങ്കിൽ ലഘൂകരണത്തിൽ കൂടെ അർത്ഥമാക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാനുള്ള സമയമായി. രണ്ടാമത്തെ പാർട്ട് പൊരുത്തപ്പെടലാണ്. അതായത് കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചേ മതിയാവും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതിയിലുള്ള പൊരുത്തപ്പെടൽ വേണം, നമ്മുടെ കൃഷി രീതിയിലുള്ള പൊരുത്തപ്പെടൽ വേണം, കൃഷി കലണ്ടർ മാറണം, അങ്ങനെ ഓരോ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് ഒരു പക്ഷേ നെല്ല് വിതയ്ക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ പറിച്ചു നടേണ്ട സമയത്ത് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ സീസണിൽ കൃഷി കലണ്ടറിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോ സാധ്യതകളും നോക്കി നമുക്ക് പൊരുത്തപ്പെടൽ സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. പുരപ്പുറ സോളാർ സംവിധാനങ്ങൾ കൊണ്ടുവരണം, മിയാവാക്കി ഫോറസ്റ്റുകൾ. ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലുള്ളത് വലിച്ചെടുക്കുന്ന സംവിധാനങ്ങൾ കൂടിയുണ്ട്. അതിനാണ് നമ്മൾ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ നല്ല ജൈവ പുഷ്ടിയുള്ള മണ്ണ്, നമ്മുടെ കാടുകൾ, നമ്മുടെ ജലാശയങ്ങൾ, സമുദ്രമാണ് ആകെയുള്ള അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് 25% വലിച്ചെടുത്ത് ഇല്ലാതാക്കുന്നത്. പക്ഷേ സമുദ്രത്തിലിപ്പോൾ ഒരു 2050 ആകുമ്പോഴത്തേക്ക് മീനിനെക്കാട്ടി കൂടുതൽ പ്ലാസ്റ്റിക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ മലിനീകരണവും ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ മലിനീകരണം കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ബഹിർഗമനവും കുറയ്ക്കാൻ സാധിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കാൻ, കാർബൺ ന്യൂട്രൽ എന്നുള്ള വലിയൊരു ആശയത്തിലേക്ക് വരാൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് 2050 കേരളം കാർബൺ ന്യൂട്രൽ ആവും. പ്രധാനമന്ത്രി ഗ്ലാസ്ഗോയിൽ പോയി പ്രഖ്യാപിച്ചത് 2070 ഇന്ത്യ നെറ്റ് സീറോ രാജ്യമാവും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. അപ്പോൾ സുസ്ഥിര വികസന
ലക്ഷ്യങ്ങളുമായി ചേർത്തുകൊണ്ട് SDGsമായി ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ കാർബൺ ന്യൂട്രൽ ആവാൻ പറ്റും. കാർബൺ ന്യൂട്രൽ ആയുള്ള ഗുണം അന്തരീക്ഷത്തിലേക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിതഗ്രഹവാതങ്ങളുടെ അളവ് കാലക്രമേണ കുറഞ്ഞ് ഒരു 1.5 ഡിഗ്രി എന്നുള്ള താപനിലയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. യൂറോപ്പിലൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവർ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മൊത്തമായി പിടിച്ച് ഭൂമിയുടെ അടിയിൽ 800 മീറ്റർ 1 കിലോമീറ്റർ താഴെയുള്ള വലിയ അറകളിലേക്ക് സൂക്ഷിക്കുകയാണ്. അങ്ങനെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ ഉള്ളിലേക്ക് അടച്ച് സൂക്ഷിക്കുകയാണ്. അതൊന്നും നമ്മളെപ്പോലുള്ള രാജ്യത്തിന് നടക്കുന്ന കാര്യമല്ല, അത് വളരെ എക്സ്പെൻസീവാണ്, വളരെ ചിലവ് കൂടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ രാജ്യങ്ങൾ ആലോചിച്ച് തുടങ്ങി. കാർബൺ കാർബൺ കൈമാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. ഇപ്പോൾ കോഴിക്കോട് ഈ കോർപ്പറേഷൻ ഭാഗത്തു നിന്നുള്ള ഈ മലിന വസ്തുക്കളും ഇവിടുന്ന് പുറന്തള്ളുന്ന ഇവിടുത്തെ വ്യവസായശാലകളിൽ നിന്ന് ഇവിടുത്തെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വാതകങ്ങളും വലിച്ചില്ലാതാക്കുന്നത് നമ്മളുടെ അപ്പുറമുള്ള എവിടെയാണ് കുന്നമംഗലത്തോ അടുത്തുള്ള ഒളവെണ്ണയോ മറ്റോ ഒക്കെയുള്ള അല്ലെ കടലുണ്ടിയൊക്കെയുള്ള ജലാശയങ്ങളും അവിടുത്തെ പാടശേഖരങ്ങളും മരങ്ങളും കുന്നുകളും വനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കോഴിക്കോട് ഇവിടെ ഈ കൂടുതൽ കാർബൺ വമിപ്പിക്കുന്ന നമുക്ക് അവർക്കൊരു പൈസ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ അതേപോലുള്ള സാധ്യതകളൊക്കെ ഭാവിയിൽ വരും. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ജർമ്മനിയൊക്കെ ഇപ്പം എന്താ പറഞ്ഞാൽ അവർക്ക് കാർബൺ കൂടുതൽ സീക്വസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിർവീര്യരിക്കാനുള്ള സാധ്യത കുറവാണ്. അവർക്ക് വ്യവസായശാലകളുണ്ട്. ഏറ്റവും വലുതായിട്ടുള്ള ഫോക്സ് വാഗൺ പോലെയുള്ള വലിയ വാഹന വ്യവസായശാലകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിന് തത്തുല്യമായിട്ടുള്ള മണി എമൗണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ ആഫ്രിക്കയിലെ ആമസോൺ കാടുകളും മറ്റും വികസിപ്പിക്കാൻ അതിനെയൊക്കെ പരിപാലിക്കാൻ വേണ്ടി പരിരക്ഷിക്കാൻ വേണ്ടി ആ ഒരു തുക ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാർബൺ ക്രെഡിറ്റുകളൊക്കെ നാളെ വരും. നിങ്ങളുടെ കൃഷിഭൂമിയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കാർബൺ കുറയ്ക്കാനും കൂടുതൽ കാർബൺ ഭൂമിയിലേക്ക് എത്തിക്കാനും സാധിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്ന നിങ്ങളുടെ ബാങ്കിലേക്ക് വരുന്ന രീതിയിലുള്ള ആലോചനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പറഞ്ഞു വന്നത് കാർബൺ ഈ കാലാവസ്ഥാ മാറ്റമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ കാലാവസ്ഥാ മാറ്റത്തെ ലഘൂകരിക്കാനുള്ള സാധ്യതകളും അതിനോട് പൊരുത്തപ്പെടാനുള്ള സാധ്യതകളും. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം, ഇപ്പോൾ ജലത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മൈക്ക് കൈമാറാം. ജലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കാലാവസ്ഥാ മാറ്റമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത് ജലമേഖലയിലാണ്. ജലത്തിൻ്റെ വിതരണക്രമത്തിൽ അളവിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മഴയുടെ വിതരണക്രമത്തിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ആകെ ലഭ്യമായിട്ടുള്ള വെള്ളം 1123 ബില്യൺ ക്യൂബിക് മീറ്ററാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ, 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ. അപ്പോൾ കണക്കൂട്ടി നോക്കിയാൽ മതി എത്ര ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ഈ 1123 ബില്യൺ ക്യൂബിക് ലിറ്ററാണ് ഇന്ത്യയിൽ ആകെ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം. അത് ഭൂജലമായും ഉപരിതല ജലമായും കിട്ടുന്നത്, ഗ്രൗണ്ട് വാട്ടറായിട്ടും സർഫസ് വാട്ടറായിട്ടും കിട്ടുന്ന വെള്ളം ആകെ എത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ആകെ ഉള്ള ഡിമാൻഡ്, ആകെ ആവശ്യമുള്ള വെള്ളം ഏകദേശം 900 ബില്യൺ ക്യൂബിക് മീറ്ററാണ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ സപ്ലൈ ഈസ് എബവ് ഡിമാൻഡ്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ പ്രൊജക്ഷൻ പറയുന്നത് 2050 നമുക്ക് ആവശ്യമുള്ള വെള്ളം 1400 ബില്യൺ ക്യൂബിക് മീറ്റർ ആവുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഹൗ വിൽ മീറ്റ് ദ എക്സ്ട്രാ ഡിമാൻഡ് ഫ്രം അവർ ലിമിറ്റഡ് സപ്ലൈ? കൂടുതൽ വേണ്ട വെള്ളം നമ്മൾ എവിടുന്ന് കൊണ്ടുവരും? ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ കേട്ടിട്ടുണ്ടാവും, അവിടെ റേഷൻ പോലെയാണ് വെള്ളം കൊടുക്കുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്നത് ഇന്ത്യയിലെ ബാംഗ്ലൂർ, ചണ്ഡീഗഡ്, അങ്ങനെ 2-3 സിറ്റികളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു 1-2 ദശകത്തിൽ ബാംഗ്ലൂരൊക്കെ ഈ വേനൽക്കാലത്ത് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. പലയിടത്തും വെള്ളമില്ല. അവരുടെ ടെക്കികളൊക്കെ കൂട്ടമായിട്ട് കേരളത്തിലൊക്കെ വന്ന് താമസിക്കേണ്ടി വരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ല, കുടിക്കാൻ പോലും വെള്ളമില്ല. ഭൂജല 83% ബാംഗ്ലൂരിലെ ഈ പച്ചപ്പായിരുന്നു, അതെല്ലാം മാറി ഇപ്പോൾ 17% ചുരുങ്ങി, എല്ലാം കോൺക്രീറ്റ് വനങ്ങളായി. അപ്പോൾ അതെല്ലാം വികസനം ഒരു സൈഡിൽ വേണം, പക്ഷേ പ്രകൃതിയെ മറന്നിട്ടുള്ള വികസനം വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള റീചാർജിങ് സംവിധാനങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ ഇപ്പം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ 20 വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡും സപ്ലൈയും തമ്മിൽ മാച്ച് ചെയ്യാതാവും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ 2 സാധ്യതയാണല്ലോ ഉള്ളത്. ഒന്നെങ്കിൽ സപ്ലൈ കൂട്ടുക. സപ്ലൈ കൂട്ടാൻ എങ്ങനെ പറ്റും? മഴ കൂടുതൽ തരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മഴ നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല. ചെയ്യാൻ പറ്റുന്നത് ഈ വീഴുന്ന മഴവെള്ളം കഴിയുന്നത്ര നമ്മൾ സംഭരിക്കുക, മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണം, ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് എത്തിക്കുക, അക്വിഫറുകളിലേക്ക് എത്തിക്കുക, അങ്ങനെ സപ്ലൈ കൂട്ടാൻ പറ്റും. ഇതിനും കൂടുതൽ സപ്ലൈ കൂട്ടാനുള്ള വേറൊരു സംവിധാനമുണ്ട്. എന്താണെന്നറിയോ? സിംഗപ്പൂരിൽ ആകെയുള്ള വെള്ളത്തിൻ്റെ 30% അവർ പറയുന്നത് ഒരു പുതിയ പേരിലാണ്, ന്യൂ വാട്ടർ, പുതിയ വെള്ളം. എന്താണ് ന്യൂ വാട്ടർ എന്നറിയോ? അവിടെ അവരുപയോഗിക്കുന്ന വെള്ളം പുനരുപയോഗിക്കുകയാണ്, റീസൈക്കിൾ ചെയ്ത് ട്രീറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്യാണ്. എല്ലാ വെള്ളമല്ല, നമുക്കിപ്പം
ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളവും കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന വെള്ളവും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് പുനരുപയോഗിക്കാം. പക്ഷേ നമ്മുടെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രേ വാട്ടർ എന്ന് പറയും, അതായത് അത്ര മലിനീകരിക്കപ്പെടാത്ത വെള്ളത്തെ നമുക്ക് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് വീണ്ടും പുനരുപയോഗിക്കാം. നമ്മളിപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങളുടെ സ്ഥാപനം ഒരു ചെറിയ കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അടുത്ത ബിൽഡിംഗ് പണിയുമ്പോൾ, ഫ്ലാറ്റ് സമുച്ചയം പണിയുമ്പോൾ 2 തരം പൈപ്പ് ലൈൻ ഇടുകയാണ്. അപ്പോൾ ഈ ബാത്റൂമിൽ നിന്നും കിച്ചൺ സിങ്കിൽ നിന്നൊക്കെയുള്ള വെള്ളം വേറൊരു ടാങ്കിലേക്ക് വന്ന് ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് സംവിധാനത്തിലൂടെ കടന്നുപോയി അതിനെ ശുദ്ധീകരിച്ച് ആ വെള്ളം തിരിച്ച് നമ്മളെ ഫ്ലഷ് ടാങ്കിലേക്കും കാറ് കഴുകുന്ന സ്ഥലത്തേക്കും ചെടികൾക്ക് കൊടുക്കാനും ഇറിഗേഷനും ഒക്കെ ആയിട്ട് ജലസേചനത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ സപ്ലൈ കൂട്ടാൻ പറ്റും. അപ്പോൾ സപ്ലൈ കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ: ഒന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പിന്നെ ഇതേപോലുള്ള റീസൈക്കിൾ, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, 3R എന്നാണ് പറയുന്നത്. പിന്നെ റീചാർജും കൊണ്ട് നമുക്ക് വേണം അതിൻ്റെ കൂടെ ചേർക്കാം. പക്ഷേ രണ്ടാമത്തെ പാർട്ട് വളരെ പ്രധാനപ്പെട്ടാണ്, ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഈ വെള്ളത്തിൻ്റെ ഡിമാൻഡ് അമിതമാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ എക്സ്ട്രാ വെള്ളം ഉപയോഗിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട്, നിങ്ങൾ ഇട്ടിരിക്കുന്ന അതേ ഷർട്ട്, ഒരു ഷർട്ട് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ 18,500 18,500 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതായത് കോട്ടൺ കൃഷി ചെയ്തു, അതിൻ്റെ കൃഷിയിൽ ഉണ്ടാകുന്ന വെള്ളം, പിന്നെ ഡൈയിങ്, പ്രോസസ്സിങ്, തുന്നൽ, അവസാനം പാക്ക് ചെയ്ത് കടയിലെത്തുന്നവരെ പല മേഖലകളിലായിട്ട് ഒരു 18,500 ലിറ്റർ. അതിൻ്റെ വാട്ടർ ഫ്രൂട്ട് പ്രിൻ്റ് എന്ന് പറയും. ഈ ഒരു വസ്തുവിൻ്റെ എല്ലാ സ്ഥാനത്തിനും വാട്ടർ ഫ്രൂട്ട് പ്രിൻ്റ് ഉണ്ട്. ഒരു കപ്പ് കാപ്പി കുടിക്കാൻ ഏകദേശം 65 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു കിലോ അരി ഉണ്ടാക്കാൻ 3500 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വാട്ടർ ഫ്രൂട്ട് പ്രിൻ്റ്. അവിടെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് വെള്ളമില്ലാതെ. പക്ഷേ ഇന്ത്യയുടെ ആവറേജ് കൂടുതലാണ്. ഒരു ഷർട്ടിൻ്റെ ലോക ആവറേജ് എത്രയാണെന്നറിയോ? 8,500 ഉള്ളൂ. ഇന്ത്യയിൽ അത് 18,000 ആണ്. അപ്പം പിന്നെ ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നതിന് വെള്ളത്തിൻ്റെ ഇരട്ടിയോളം നമ്മളിവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഒരു കിലോ അരി ഉണ്ടാക്കാൻ ആഗോളതലത്തിൽ ഏകദേശം 1500 ലിറ്റർ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ 3000-3500 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഈ വാട്ടർ ഫ്രൂട്ട് പ്രിൻ്റ് കൊടുക്കുക, അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നതും അശാസ്ത്രീയമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നതും കുറയ്ക്കുക. പ്രത്യേകിച്ചും ജലസേചന മേഖലയിൽ ആകെ വെള്ളത്തിൻ്റെ 75% ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ജലസേചന മേഖലയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്നതും ജലസേചന മേഖലയിലാണ്. 100 ലിറ്റർ വെള്ളം അതിൻ്റെ സോഴ്സിൽ നിന്ന് മാറ്റി ചെടിയുടെ ചോട്ടിലേക്ക് എത്തിക്കുമ്പോൾ 35 ലിറ്റർ വെള്ളം എത്തുന്നുള്ളൂ. ബാക്കി 65 ലിറ്റർ വെള്ളം പല രീതിയിൽ നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ യാത്രയിൽ, പിന്നെ ഇവാപ്പറേഷൻ, സീപ്പേജ്, പല സാധ്യതകൾ കൂടെ നഷ്ടപ്പെടുകയാണ്, പല സാഹചര്യങ്ങൾ കൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെ നമുക്കെങ്ങനെ നല്ല രീതിയിൽ ജലസേചനം കൊടുക്കാൻ പറ്റും? അതാണ് ഈ വലിയൊരു സാധ്യത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ, തുള്ളിനന എന്ന് നമ്മൾ പറയുമല്ലോ, സൂക്ഷ്മ ജലസേന, ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങൾ, പ്രിസിഷൻ ഫാമിംഗ്, കൃത്യത കൃഷി സംവിധാനങ്ങൾ, ഇറിഗേഷൻ സ്കെഡ്യൂളിംഗ്, ചെടിക്ക് എത്ര വെള്ളം വേണമെന്ന് സെൻസറുകൾ മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടുകൂടെ ഓരോ ചെടിക്കും ആവശ്യമുള്ള വെള്ളം മനസ്സിലാക്കി അതിനനുസരിച്ച് വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ബാംഗ്ലൂർ ഒരു 8-10 കമ്പനികളുണ്ട്. നമ്മൾ തന്നെ അഡ്വൈസ് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്, ഗ്രാം വർക്ക്സ്. അപ്പോൾ അവർ ചെടിക്ക് എത്ര വെള്ളം വേണമെന്ന് അതിൻ്റെ ഇവോപ്പോ ട്രാൻസ്പിറേഷൻ, അതായത് വാട്ടർ റിക്വയർമെൻറ്റ്, ചെടിക്ക് സ്വേദനത്തിനും ബാഷ്പീകരണത്തിനുമാണ് വെള്ളം, അത് എത്രയെന്ന് ഓരോ ചെടിക്കും വേണ്ടത് കറക്റ്റായിട്ട് സെൻസറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കണക്ക് കൂട്ടി അതിനനുസരിച്ച് വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സിസ്റ്റം ചെയ്തോളും. പിന്നെ ഇലക്ട്രോണിക് സിറ്റിയിലും പിന്നെ ഹൈടെക് സിറ്റിയിലൊക്കെ ഇരിക്കുന്ന സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് അവർ ഈ ആ കമ്പനിയുടെ ഓണർ എന്നോട് പറയായിരുന്നു, അവർക്കിപ്പോൾ 10,000-10,000 കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരിലധികം പേരും പിന്നെ ഈ വേറൊരു ജോലി ചെയ്തുകൊണ്ട്, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്തുകൊണ്ട് ഒരു ഫാം മാനേജ് ചെയ്യാണ്. എല്ലാം സിസ്റ്റം നോക്കിക്കോളും, സെൻസറുകളും സംവിധാനങ്ങളും ശ്രദ്ധിച്ചോളും. ഒരു കെയർടേക്കർ മതി, ബാക്കിയെല്ലാം ഈ സിസ്റ്റം തന്നെ വേണ്ട സമയത്ത് വെള്ളം എത്രയെന്ന് കണ്ടെത്തി ആ വെള്ളം ഈ കണിക തുള്ളിനന സംവിധാനം വഴിയായി ചോട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ വളങ്ങളും കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പുതിയ നവീന സംവിധാനങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയാൽ തന്നെ ഇറിഗേഷൻ്റെ ഡിമാൻഡ് കുറയ്ക്കാം, വെള്ളത്തിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാം. അപ്പം പറഞ്ഞു വന്നത് 2 സാധ്യതയാണ്. വെള്ളത്തിൻ്റെ സപ്ലൈ കൂട്ടുന്ന അത്ര എളുപ്പമല്ല, പക്ഷേ സാധ്യതകളുണ്ട്. 2, ഡിമാൻഡ് കുറയ്ക്കുക. അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. മലിനീകരണം, കേരളത്തിലുള്ള വെള്ളത്തിൻ്റെ കിണർ വെള്ളം ആയിക്കോട്ടെ, മിക്കയിടത്തും അസിഡിറ്റിയാണ്. സെപ്റ്റിക് ടാങ്കും കിണറുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായതുകൊണ്ട് പൊതുജലാശയങ്ങളെല്ലാം നമ്മൾ വേസ്റ്റ് കൊണ്ട് തള്ളുകയാണ് അല്ലേ. കോഴി വേസ്റ്റ് മുതൽ മുടി മുറിക്കുന്ന തൊട്ട് എല്ലാം അവിടെ കൊണ്ടാണ് തള്ളുന്നത്. അപ്പോൾ മലിനീകരണം ഒരു സൈഡിൽ, അതെല്ലാം സപ്ലൈ കുറയ്ക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഡിമാൻഡ് കുറയ്ക്കാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓരോ മേഖലയിലും നമ്മൾ ഷേവ് ചെയ്യുമ്പം പൈപ്പ് തുറന്നിട്ട് ഷേവ് ചെയ്യുന്നത് ഉൾപ്പെടെ ഓരോ കാര്യങ്ങളിലും പല്ല് തേക്കുമ്പോൾ അത് ഓരോ കാര്യങ്ങളിലും നമുക്ക് ക്രമമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ഇനിയും ഞാൻ വരാം. താങ്ക് യു സർ. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം
നമുക്ക് മഴയും വെയിലൊക്കെ ദുരന്തങ്ങളുടെ പട്ടികയിൽ വരെ ഉൾപ്പെടുത്തുന്ന ഒരു കാലമാണ്. നമുക്ക് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ, ഇതിൻ്റെ മഴയുടെ ഒരു പാറ്റേണൊക്കെ ഏത് രൂപത്തിലാണ് നമ്മളെ ബാധിക്കുക? അടുത്തൊരു ഭാവിയിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? പ്രത്യേകിച്ചും ഇങ്ങനെ അറബിക്കടലിലേക്ക് ചെരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ നിലവിലുള്ള മഴയുടെ പാറ്റേണൊക്കെ ഏത് രൂപത്തിലാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളതും, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കുടിക്കാം എന്ന് വിചാരിക്കുന്ന നമ്മുടെ കിണറുകളിലെ വെള്ളം അതിനി നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കുടിക്കാൻ പറ്റും? ഈക്കോളയും കോളിഫോം ബാക്ടീരിയയൊക്കെ അടക്കം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മളിനി എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ സൂചിപ്പിക്കും. മഴയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടുവരുന്ന പാറ്റേൺ, അതിതീവ്ര മഴയുടെ എണ്ണം കൂടുന്നു, ചാറ്റൽ മഴകളുടെ എണ്ണം കുറയുന്നു, ആകെ മഴ ദിനങ്ങളുടെ എണ്ണം കുറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ 120 ദിവസമൊക്കെ പെയ്തിരുന്ന മഴ ഇപ്പോൾ 90-95 ദിവസമായിട്ട് ചുരുങ്ങുന്നു. അത് വീണ്ടും ചുരുങ്ങാനാണ് സാധ്യത. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ അളവിലുള്ള മഴ പെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു വലിയൊരു പ്രശ്നം നമുക്കറിയാമല്ലോ, ചരിഞ്ഞ ഭൂപ്രകൃതിയാണ്. അങ്ങനെയുള്ള ഭൂപ്രകൃതിയുള്ള സമയത്ത് പെട്ടെന്ന് വലിയ അളവിലുള്ള മഴ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന് നമുക്ക് തദ്ദേശീയമായിട്ടുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കണം. നമ്മളിപ്പം കുറച്ച് നമ്മുടെ സംസ്ഥാന ജലവിഭവ വകുപ്പുമായിട്ട് ചേർന്ന് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പെരിയാറിലും ഭാരതപ്പുഴയിലൊക്കെ പിന്നെ ഏർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ മീനച്ചിലാറിൽ പാലാ പൂഞ്ഞാർ ഈരാറ്റുപേട്ട ഭാഗത്തൂടെ ഒഴുകുന്ന വലിയൊരു പുഴയാണ് മീനച്ചിലാർ. അപ്പോൾ എല്ലാ വർഷവും മീനച്ചിലാറിൽ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഉണ്ടാവും. ഏത് മഴ പെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു പുഴയാണ് മീനച്ചിലാർ. അപ്പോൾ അവിടെ നമ്മളൊരു ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് വെള്ളപ്പൊക്കം പ്രവചിക്കാനും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നേരത്തെ കൊടുക്കാനുമുള്ളൊരു സംവിധാനം വികസിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് വികസിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അത്യാവശ്യം. ഒന്ന്, ആ പ്രദേശത്തിൻ്റെ ചരിവും ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് വേണം. അതിനൊക്കെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുണ്ട്. അതിലൊക്കെ നമുക്കത് ഒക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ നീരൊഴുക്കൊക്കെ അറിയാൻ പറ്റും. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ 10-50 വർഷത്തെ വിവരങ്ങൾ വേണം. ആ പ്രദേശത്ത് എത്ര മഴ എങ്ങനെയൊക്കെ പെയ്തു, ഈ മഴയുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. പക്ഷേ നമുക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. നമ്മൾ പണ്ടൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആകാശവാണിയിലൊക്കെ വാർത്ത കേൾക്കുമ്പം കാസർഗോഡ് കുടലു അവിടെ CPCRയുടെ ഒരു മഴമാപിനി, അടുത്ത മഴമാപിനി വരുന്നത് പീലിക്കോടാണ്, അടുത്തത് കാണുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോഴിക്കോടാണ്. അങ്ങനെ കേരളത്തിലാകെ നമുക്കൊരു 10-20 മഴമാപിനികളും കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉണ്ടാക്കി, അതും ഒരു 10 വർഷം മുമ്പൊന്നും ഡിജിറ്റലല്ല. അതെല്ലാം 8 മണിക്ക് പോയി എത്ര വെള്ളം അതിൽ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര തെറ്റായിട്ടുള്ള കണക്കുകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കണക്കുകളും ഈ ലഭ്യമായിട്ടുള്ള പരിമിതമായിട്ടുള്ള മഴയെക്കുറിച്ചുള്ള അറിവുകളെ വെച്ചിട്ടാണ് നമ്മൾ വിവരങ്ങളെ അപഗ്രഥിച്ച് പുതിയ പ്രവചന സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തെറ്റുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ഡാറ്റ വളരെ പരിമിതവും കൃത്യത ഇല്ലാത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോടും ജനപ്രതിനിധികളോടും പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു പഞ്ചായത്തിൽ ഇത്രത്തോളം പൈസ ചിലവാക്കുന്നില്ലേ, കോർപ്പറേഷനിൽ എത്രത്തോളം പൈസയാണ് നമ്മൾ ചിലവാക്കുന്നത്, അതിലൊരു 2.5-3 ലക്ഷം രൂപ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ AWS അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം ഒരുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പഞ്ചായത്തിനെ കുറിച്ചിട്ടുള്ള കഴിഞ്ഞ ഇനി വരാനുള്ള വർഷങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നിധിയാണ് ഈ ഒരു വിവരസഞ്ചയം. അവിടെ എത്ര മഴ പെയ്തു, അവിടെ എത്ര താപനിലയിൽ എങ്ങനെ മാറ്റം ഉണ്ടായി, അവിടുത്തെ കാറ്റ് എങ്ങനെയായിരുന്നു, ഈ വിവരങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറിയാൽ അവർക്ക് കൂടുതൽ വ്യക്തവും കൃത്യവുമായിട്ടുള്ള പ്രവചന സംവിധാനങ്ങളും മുന്നൊരുക്ക സംവിധാനങ്ങളും വികസിപ്പിക്കാനും അവർക്ക് മഴയെയും പുഴയെയും പ്രളയത്തെയും വരൾച്ചയൊക്കെ ഒരു പരിധിവരെ പിടിച്ചു കെട്ടുവാനും സാധിക്കും. ആ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നേരിടാൻ, കൃത്യതയോടുകൂടെ നേരിടാൻ സാധിക്കും. അപ്പോൾ വിവരങ്ങളുടെ ഒരു കുറവ് വലിയ പ്രശ്നമാണ്. അപ്പോൾ വിവരങ്ങൾ വേണം. വിവരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിസൺസിനും ചെയ്യാമല്ലോ. ഇപ്പോൾ മീനച്ചിലിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്. മീനച്ചിൽ അവരൊരു പുതിയൊരു എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, കച്ചവടക്കാർക്ക് നഷ്ടം, ജനങ്ങൾക്ക് പ്രശ്നം, ചില സമയങ്ങളിൽ ജീവനെ വരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടുത്തെ ജനങ്ങൾ തന്നെ കൂടിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി, MRRA, മീനച്ചിൽ റിവർ ആൻഡ് റെയിൻ മോണിറ്ററിംഗ് അതോറിറ്റി അല്ല ഏജൻസി. അവർ തന്നെ, ജനങ്ങൾ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് കാശിട്ടിട്ട്
ഈ മഴമാപിനികൾ ഈ മീനച്ചിലാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലും താഴെ എല്ലാ പ്രദേശങ്ങളിലും സ്ഥാപിച്ചു. ഒരു 10-200ഓളം മഴമാപിനികൾ. ഈ നദികൾ കൂടെയുള്ള വെള്ളത്തിൻ്റെ ലെവൽ അറിയാനുള്ള സ്റ്റേജ് ലെവൽ റെക്കോർഡുകൾ. ഈ റെക്കോർഡുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തു. ഈ മെയ് മാസം അവസാനം വലിയ മഴയായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്ത സമയത്ത് അതേ സമയത്ത് ഈ വിവരങ്ങൾ ഈ ജനങ്ങളുടെ ഇത് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ്. ഞങ്ങളൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ജനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരത് അപഗ്രഥിച്ച് പെട്ടെന്ന് ഓക്കെ കിഴക്ക് ഭാഗത്ത് ഇത്ര മഴ പെയ്തിട്ടുണ്ട്, അടുത്ത 2 മണിക്കൂറിൽ ഇത്ര മഴ പാലായിലോട്ട് കയറും, അല്ലെങ്കിൽ ചെറുപ്പങ്കലിലോട്ട് കയറും, അടുത്ത ദിവസം അത് കുട്ടനാട്ടിലേക്ക് പോകും, കോട്ടയം പട്ടണത്തിലേക്ക് എത്തും. അതേപോലുള്ള വിവരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ വാട്സപ്പിലൂടെയും SMS-ലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് തന്നെ ഇതേപോലുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാനും കൂടെ നടക്കാനും കൂടെ ചെയ്യാനും സാധിക്കും. കഴിഞ്ഞ വർഷത്തെ മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം. കഴിഞ്ഞ വർഷം നമുക്ക് ഈ വർഷം ഇതുവരെ ജൂൺ 22 വരെ, ജൂൺ 1-ാം തീയതി തുടങ്ങിയ കാലവർഷം ജൂൺ 22 വരെ പെയ്തിട്ട് നമുക്ക് 44% മഴക്കുറവാണ്. ഏറ്റവും കൂടുതൽ മഴ കുറവുള്ളത് ഇടുക്കി, പാലക്കാട്, വയനാട് തുടങ്ങിയ പ്രധാനപ്പെട്ട ജില്ലകളാണ്. പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാമുകളും കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ജില്ലകളായ ഈ ജില്ലകളിലൊക്കെയാണ് മഴ കുറവ്. നമ്മുടെ കോഴിക്കോട് 46% മഴ കുറവ്. അതേസമയം വേനൽ മഴ ശരാശരിയെക്കാട്ടിൽ 39% കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ വർഷവും ഓരോ കാലയളവിലും മഴയുടെ അളവിൽ വ്യത്യാസം വരുവാണ്, വിതരണക്രമത്തിൽ വ്യത്യാസം വരുവാണ്. തുലാമഴ ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയില്ല. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊക്കെ വലിയ മഴയായിരുന്നു. കോട്ടയത്തൊക്കെ നല്ല മഴയാണ് തുലാമഴ കിട്ടിയത്, വേനൽ മഴ കിട്ടിയത്. അപ്പോൾ മഴയുടെ വിതരണക്രമത്തിലുണ്ടാവുന്ന പാറ്റേണിനുണ്ടാവുന്ന മാറ്റങ്ങൾ എപ്പോൾ എങ്ങനെ പെയ്യുമെന്ന് അറിയാത്ത ഒരു സ്ഥിതി. അതുകൊണ്ടാണ് കൂടുതൽ കൃത്യമായിട്ടുള്ള പ്രവചന മുന്നൊരുക്ക സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ഇതേപോലുള്ള വിവരങ്ങൾ വേണം. വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് ഗവേഷകർക്ക്, ശാസ്ത്രജ്ഞർക്കൊക്കെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം. ലോക്കലി നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. രണ്ടാമത്തെ ചോദ്യം ഞാൻ മറന്നുപോയി. അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് ചോദിച്ചത്. മലിനീകരണം വലിയൊരു പ്രശ്നമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലൊരു NABL അക്രഡിറ്റഡ് ലാബുണ്ട്, ഒരു വാട്ടർ ക്വാളിറ്റി ലാബുണ്ട്. നമുക്ക് ഒരു വർഷം ഏകദേശം പണ്ടൊക്കെ ഒരു 5000 സാമ്പിളൊക്കെ വരുള്ളായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത് 7000-8000 സാമ്പിളുകൾ വരെയായി. ഒരു വർഷം 8000 സാമ്പിളുകൾ വരെയായി. അപ്പം ജനങ്ങൾക്ക് പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പല കിണറുകളിലും വെള്ളം അസിഡിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നമ്മളിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു പഠനം നടത്തി. മിക്ക കിണറുകളിലും വെള്ളം അസിഡിക്കാണ്. pH വാല്യൂ വളരെ കുറവാണ്, 6-ലും താഴെയാണ്. അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണം സെപ്റ്റിക് ടാങ്കുകളും കോൾ നിലങ്ങളുമായിട്ട് ഉള്ള ജലബന്ധമൊക്കെ ആയിരിക്കും. പക്ഷേ എന്തൊക്കെ തന്നാലും പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ഗുണനിലവാരം കഴിഞ്ഞ എറണാകുളത്തുള്ള DLF ഫ്ലാറ്റിൽ കുറച്ച് ദിവസം മുമ്പാണ് 500-600 പേർക്ക് വയറ്റിളക്കവും ഛർദ്ദിലും പിടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സപ്ലൈ ചെയ്ത വെള്ളത്തിൽ ഈക്കോളൈ ബാക്ടീരിയ ഉണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും കേരളത്തിൽ മലിനീകരണവും വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളൊക്കെ ഒരുവിധം കുടിച്ച് ഏകദേശം പാകപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നം വരാത്തത്. പക്ഷേ ഏത് സമയവും ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള സ്ഥിതിയിലൂടെയാണ് പലയിടത്തും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലിനീകരണം കുറയ്ക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഖരദ്രവ്യ മാലിന്യങ്ങളുടെ സംസ്കരണവും വേണ്ട രീതിയിലുള്ള ഡിസ്പോസലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ കോർപ്പറേഷൻ്റെ പല പ്രശ്നങ്ങളും നമുക്കറിയാമല്ലോ. കോർപ്പറേഷൻ ഒരു സ്ഥലത്ത് പറയുമ്പോൾ ജനങ്ങളെതിരാവും. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളൊന്നും നടക്കുന്നില്ല. അതിന് പല സാമൂഹികപരമായിട്ടുള്ള തലങ്ങളുണ്ട്, ശാസ്ത്രീയ തലങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിലേക്ക് വന്നേ പറ്റൂ, അല്ലാതെ പറ്റില്ല. ഇത്രയും ജനങ്ങളുടെ അളവും ഇതും കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സംവിധാനങ്ങൾ വന്നേ പറ്റുള്ളൂ. ദ്രവ്യ ഖരമാലിന്യ സംവിധാനങ്ങൾ വരണം. കേരളത്തെ പോലുള്ള സാന്ദ്രത കൂടിയ പ്രദേശത്ത് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. പക്ഷേ ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് അതേപോലെ ഇടും, വീണ്ടും സ്മെല്ല് വരും, ബുദ്ധിമുട്ടാവും, ആരും നോക്കില്ല, ഗവൺമെൻറ് സംവിധാനമല്ലേ, അവസാനം നമുക്ക് പണിയാവും എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങൾ. പക്ഷേ എത്രയോ ഫ്ലാറ്റുകളിൽ നന്നായി നടക്കുന്നു, ഇൻഡസ്ട്രികളിൽ നന്നായി നടക്കുന്നു. പ്രോപ്പർ മെയിൻ്റനൻസും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വളരെ വിജയമാണ്, വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു സ്മെല്ലും ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ നമുക്കത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള മോഡൽസ് നമ്മൾ വികസിപ്പിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് മുട്ടത്തറ, ഇപ്പം എറണാകുളത്ത് എളംകുളമൊക്കെ നല്ല പ്ലാന്റുകളുണ്ട് ഈ ദ്രവ്യ മാലിന്യ സംസ്കരണം, ഈ മലിനജലം, അതായത് സീവേജ് പോലെ വളരെ കറുത്ത വെള്ളം പോലും നമുക്ക് ഒരു പരിധിവരെ സംസ്കരിച്ച് ആ വെള്ളം ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ സംവിധാനങ്ങളൊക്കെ ലോക്കൽ ലെവലിൽ, മൈക്രോ ലെവലിലും കൂടെ വികസിച്ച് വരണം. അത് ഈ സെൻട്രലൈസ്ഡ് പ്ലാന്റിനുള്ള പ്രശ്നമാണ് ഈ ജനങ്ങളുടെ ഒരു എതിർപ്പ്. അത് എന്തുകൊണ്ട് നമുക്കത് ഡീസെൻട്രലൈസ്ഡ് ചെയ്യാം, ഓരോ വീട്ടിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർ ക്വാളിറ്റി, വാട്ടർ ട്രീറ്റ്മെൻറ്റ് സംവിധാനമൊക്കെ വികസിപ്പിക്കാനും, വെർമി കമ്പോസ്റ്റ് സംവിധാനം വികസിപ്പിക്കാനും, വെർമി കമ്പോസ്റ്റ് ഏത് തരത്തിലുള്ള കമ്പോസ്റ്റ് സംവിധാനം വികസിപ്പിക്കാനും, അങ്ങനെയുള്ള മലിനീകരണങ്ങൾ കുറയ്ക്കുക. ഞാൻ ഒരു വീടിൻ്റെ 15-ാമത്തെ നിലയിലാണ്, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ 15-ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഇവിടെ
അടുത്ത് തന്നെ ചേവരമ്പലം. ഇപ്പോൾ രാവിലെ നോക്കിയാൽ കാണാം എല്ലായിടത്തും പുകയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും രാവിലെ തൂത്തിട്ട് ആ കരിയിലകളും പിന്നെ വേസ്റ്റും എല്ലാം കൂടെ കത്തിക്കുകയാണ്. എല്ലാ ചുറ്റും പുക കാണാം. അപ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അതിന് പകരം ആ പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ മാറ്റി അത് നമുക്ക് കുടുംബശ്രീകൾക്ക് കൊടുക്കാം. അതിനിപ്പോൾ സംവിധാനങ്ങളുണ്ട്, വീട്ടിൽ വന്ന് എടുത്തോളും. മറ്റ് ജൈവ മാലിന്യങ്ങളെ നമുക്ക് സംസ്കരിക്കാൻ പറ്റില്ലേ, വെർമി കമ്പോസ്റ്റോ പിന്നെ പൈപ്പ് കമ്പോസ്റ്റോ, അങ്ങനെ പുതിയ പുതിയ പല സംവിധാനങ്ങൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാനും നടത്താനും സാധിക്കും. അപ്പോൾ അത് പിന്നെ അതിനുള്ള സാധ്യത കൂടെ നോക്കേണ്ടതുണ്ട്. താങ്ക് യു.